നമ്മുടെ നാടുകളിലൊക്കെ പ്രധാനമായിട്ട് കണ്ടുവരുന്നൊരു സംഭവമാണ് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ കുറ്റം പറയുക. ചിലപ്പോൾ അവരൊക്കെ തെറ്റുകളിൽ അലിഞ്ഞു ചേർന്ന് ജീവിക്കുന്നവരായിരിക്കും. എന്നിരുന്നാൽ പോലും നമ്മൾ അവരെ കുറ്റം പറയാൻ പാടില്ല. ഇസ്ലാമിക ചരിത്രത്തിലെ താബിഈകളുടെ കാലഘട്ടത്തിലെ നിറസാന്നിധ്യമായിരുന്നൊരു മഹാനാണ് മഹ്റൂഫുൽ ഖർനി എന്നവർ. ഒരൊരിക്കൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ ടൈഗ്രീസ് നദിയുടെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ. ആ സമയത്ത് പെട്ടെന്നൊരു ബോട്ട് അവിടെ അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ ഇതിൽ കുറച്ച് യുവാക്കളും യുവതികളുമൊക്കെ മദ്യപിച്ച് അഴിഞ്ഞാടുന്നുണ്ടായിരുന്നു. ഇത് കണ്ട തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാര് ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇവരെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണേന്ന്. മഹ്റൂഫുൽ ഖർനി എന്നവര് ദുആ ചെയ്തു കഴിഞ്ഞാൽ ഉടനടി ഉത്തരം ലഭിക്കുന്ന മഹാനാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞാൻ ദുആ ചെയ്യാം, നിങ്ങൾ എൻ്റെ കൂടെ ആമീൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അല്ലാഹുമ്മ കമാ ഫർഹത ഫിദ്ദുനിയ ഫഫർഹും ഫിൽ ആഖിറ. അദ്ദേഹം ഇങ്ങനെയായിരുന്നു ദുആ ചെയ്തിരുന്നത്, അല്ലാഹുവേ, ചെറുപ്പക്കാരായ ഈ ആളുകൾക്ക് നീ സന്തോഷിക്കാൻ അവസരം കൊടുത്തതുപോലെ പരലോകത്തും അവർക്ക് സന്തോഷിക്കാനുള്ള അവസരം കൊടുക്കണമേ. ഇത് കേൾക്കേണ്ട താമസം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരൊക്കെ അത്ഭുതപ്പെട്ടുപോയി. നാം ഇതിൽ നിന്നൊക്കെ ഉൾക്കൊള്ളേണ്ട പാഠമെന്ന് പറഞ്ഞാൽ, ചെറുപ്പക്കാരായ ആളുകളൊക്കെ നമ്മൾ നിരന്തരം കുറ്റം പറയുന്നതിന് പകരം അവരെ നേരായ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. കാരണം അവരുടെ മനസ്സെന്ന് പറഞ്ഞാൽ ലോലമാണത്രേ. നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു നോക്കണ്ടേ, എന്നാലേ അറിയുള്ളൂ അവരുടെയൊക്കെ വില. അവരായിരിക്കും നമ്മെ താങ്ങി പിടിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലുണ്ടാവുക. അല്ലാഹു നമ്മയൊക്കെ അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.